സർക്കിൾ ഇൻസ്പെക്ടർ ജെയ്സനെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം ആരോപിച്ച് കുടുംബം മുന്നോട്ടു വരികയാണ്. ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഇൻസ്പെക്ടർ കാര്യവട്ടം ചെങ്കോട്ടുകോണം ബദേൽ ഹൗസിൽ ജെയ്സൺ അലക്സിനെയാണ് വെള്ളിയാഴ്ച വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ജെയ്സൺ അലക്സ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ഒരുക്കങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെ ഓഫീസിലേക്ക് പോയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. 1 മണിക്കൂറിന് ശേഷം 3 പ്രവർത്തകർ അന്വേഷിച്ചെത്തിയിരുന്നു. ഓഫീസിൽ കാണാത്തതിനാലും വിളിച്ചിട്ട് മറുപടിയില്ലാത്തത് കൊണ്ടുമാണ് തിരക്കിയെത്തിയത് എന്നാണ് അവർ അയൽക്കാരോട് പറയുന്നത്. പ്രധാന വാതിൽ പൂട്ടിയിരുന്നില്ല. തുടർന്നുള്ള പരിശോധനയിലാണ് വീടിന്റെ ഹാളിൽ ജെയ്സനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കഴക്കൂട്ടം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ആത്മഹത്യാക്കുറിപ്പില്ലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ കൗൺസിലർമാരെ പോലും വീടിന്റെ പരിസരത്ത് നിന്നും പോലീസ് മാറ്റിയിരുന്ന ആരോപണം ഉയർന്നു വരികയാണ്. മകൻ ജീവനൊടുക്കിയത് തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും അമ്മ ജെമ്മ അലക്സ് ആരോപിക്കുന്നു. തിരുവനന്തപുരത്തെ ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഡിജിറ്റലാക്കാനുള്ള 6 കോടിയുടെ പദ്ധതിയുടെ പേരിലായിരുന്നു സമ്മർദ്ദമെന്നും പദ്ധതി നടപ്പിലാക്കാനുള്ള സമിതിയിൽ അംഗമായിരുന്നു ജെയ്സൺ അലക്സ് എന്നും അവർ പറയുന്നു. പദ്ധതിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒപ്പിടാൻ ജെയ്സൺ അലക്സ് വിസമ്മതിച്ചിരുന്നു. ഇത് കാരണം മേലുദ്യോഗസ്ഥരിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും അമ്മ ആരോപിക്കുന്നു. 20 വർഷത്തോളം സർവീസിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ജെയ്സൺ അലക്സ്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.